കേരളം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ തന്നെ ഒരു അർബൻ അഗ്ലോമറേഷൻ അല്ലെങ്കിൽ ഒരു വലിയ നഗരത്തിന്റെ സംയോജനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഒരൊറ്റ വലിയ നഗരത്തിന്റെ സ്ട്രെച്ച്, ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു വലിയ സ്ട്രെച്ച് ആയിട്ട് അറിയപ്പെട്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഒരൊറ്റ ഡെക്കേഡ്, അതായത് കേവലം 10 വർഷം കൊണ്ട് ബർത്ത് റേറ്റിൽ ഉണ്ടാവുന്ന കൊളാപ്സ് വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. അതായത് 5,16,013 ലൈവ് ബർത്തുകൾ, അതായത് ജനനങ്ങൾ 2015 ഉണ്ടായെങ്കിൽ ഇപ്പോൾ അത് 3,28,234 2025 ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് 36.4% കുറവാണ് ഒരൊറ്റ ദശകത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 10 വർഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു കാലയളവ് പോലുമല്ല. ശരിക്കും ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു സിവിലൈസേഷണൽ ഷിഫ്റ്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ തന്നെ കേരളം എന്ന് പറയുന്ന ഒരു ആശയം, കേരളം എന്ന് പറയുന്ന ജനസമൂഹത്തിന്റെ അടിത്തറ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. കാരണം ബർത്ത് റേറ്റുകൾ കുറയുകയും സ്റ്റെബിലൈസേഷൻ റേറ്റ് കുറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് റീപ്ലേസ്മെന്റിന് പോലും ഒരു ജനന സംവിധാനം അല്ലെങ്കിൽ ഒരു കൃത്യമായ ജനനങ്ങൾ മരണത്തിന് തുല്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പം തീരദേശ മേഖലയായാലും അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ട്രാവൻകൂർ ആയാലും ഒക്കെ തന്നെ കാണുന്നത് ഈ മൈഗ്രൻസിന്റെ ക്ലാസ്സിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. എല്ലായിടത്തു നിന്നും ഒരുപോലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് 17 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ പോലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, തിരിച്ചു വരാത്ത രീതിയിൽ. അവർ ആ രാജ്യങ്ങളിൽ ജീവിക്കാനും അവിടെ തന്നെ തന്റെ തുടർ തലമുറയെ നിർത്താനും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. സോ ആ രീതിയിൽ നമ്മുടെ സംസ്കാരത്തിന്റെ പോലും ഒരു പ്രാഥമികമായിട്ടുള്ള അടിത്തറ വളരെ വലിയ രീതിയിൽ ദുർബലമാവുന്ന ഒരു സാഹചര്യമാണ് ഇതുണ്ടാകുന്നത്. കാരണം കേരളത്തിന്റെ പോളിസീസ് നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ ജെറിയാട്രിക് പോളിസീസ് വളരെ വലിയ രീതിയിൽ, വയോജനക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. അതായത് യുവാക്കൾ ഇല്ലാത്ത കേരളം എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ റിയാലിറ്റി അല്ല, ഒരു ഇമ്മീഡിയറ്റ് റിയാലിറ്റിയായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇത് ഉയർത്തുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇത് ഉയർത്തുന്ന ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൊഴിലിടങ്ങളുടെ ചുരുക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൂലം